ഖാലിദ് ജമീൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് വരണമെന്ന് ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. ഖാലിദ് ജമീലിന് ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടും പ്ലേയേഴ്സിനെ പറ്റിയിട്ടും വ്യക്തമായി അറിയുന്ന ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ പല വിദേശ കോച്ചുമാരും വന്ന് ഇവിടെ ടിക്കി ടാക്ക് കളിക്കാൻ നോക്കി. നമുക്കറിയാം നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് അത് പറ്റില്ല. ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയും സിംഗപ്പൂരിനെതിരെയും ഹോങ്കോങ്ങിനെതിരെയും വിജയിക്കാൻ പറ്റിയില്ലേ, പിന്നെ നമ്മൾ ഏഷ്യൻ കപ്പിൽ പോയിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. 2024 നമുക്ക് ഒറ്റ മത്സരം വിജയിക്കാൻ പറ്റി. ISL ഒരിക്കലും ഒരു ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലൈക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രൈക്കറിന് അവസരം കിട്ടുന്നില്ല. പാസിംഗ് ഫുട്ബോൾ കളിച്ച് നമുക്കൊരു മിഡ്ഫീൽഡിലൂടെ ഒരു മാജിക്കൊക്കെ കാണിച്ച് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നറിയാം. ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചാൽ എന്താണ് പ്രശ്നം? പ്രോപ്പറായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ നമുക്ക് നിലവിൽ ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീണ്ടും സുനിൽ ഛത്രിയെ നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വരുന്നത്. ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ പരിശീലകരായിട്ടിരുന്നിട്ടുള്ളത് അതേ രാജ്യത്തിന്റെ ഒരു പരിശീലകനായിരിക്കും. സ്കലോനി വരെ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് കുറേ വർത്തമാനങ്ങൾ പറയാം. നമ്മൾ ഖാലിദ് ജമീൽ എറയിലാണുള്ളത്. പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന മത്സരങ്ങൾ കഴിയുന്നു. പക്ഷേ അതേസമയം നമ്മൾ ഏഷ്യ കപ്പ് യോഗ്യത കിട്ടാതെ വീണ്ടും പുറത്താകുന്നു എന്നുള്ളതാണ്. വാട്ട് അബൌട്ട് ഖാലിദ് ജമീൽ? ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രകടനങ്ങളൊക്കെ. ഇപ്പോഴും നമുക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഖാലിദ് ജമീൽ എറയിലെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞാൽ? ഖാലിദ് ജമീൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് വരണമെന്ന് ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. അത് ഇപ്പം ഈ ഗോർസ്റ്റി മാച്ച് ഉള്ള സമയത്ത് തന്നെ ഇനി ഒരു കോച്ച് എന്ന നിലയിൽ നമുക്കൊരു ഇന്ത്യൻ കോച്ച് മതി. കാരണം ഈ പല വിദേശ കോച്ചുമാരും വന്ന് ഇവിടെ ടിക്കി ടാക്ക് കളിക്കാൻ നോക്കി. നമുക്കറിയാം നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ലോകത്തിലെ പല രാജ്യങ്ങളും എല്ലാവരും ഈ അവരുടേതായിട്ടുള്ളൊരു ശൈലി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഖാലിദ് ജമീൽ വന്ന ഒരു സമയം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് ഒരു റൈറ്റ് ടൈം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി ഒരു മോശം കോച്ചാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം മികച്ച പരിശീലകൻ തന്നെയാണ്. കാരണം വിദേശ കോച്ചുമാരുമായിട്ട് പിടിച്ചു നിന്ന ISL ഒരേ ഒരു പരിശീലകനേ ഉള്ളൂ, അത് ഖാലിദ് ജമീലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ടീമിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ശൈലിയൊക്കെ വിടാം. അപ്പോൾ ആ ശൈലി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് നിലവിലെ പ്ലേയേഴ്സുമായിട്ട് ചേരുന്ന ശൈലി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 മത്സരങ്ങൾ വിജയമില്ലാതെ ക്വാളിഫയേഴ്സിൽ നിൽക്കുന്ന ഒരു നിർണായക സമയത്താണ് അദ്ദേഹം പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ തന്നെ ഭയങ്കര റിസ്ക് കൂടുതലാണ്. അവിടെ ഒരു രക്ഷപ്പെട്ടാൽ അതൊരു മിറക്കിളെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അത് സംഭവിച്ചില്ല. നമ്മൾ 2 മത്സരങ്ങളും സിംഗപ്പൂരിന് ജയിക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്താകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഖാലിദ് ജമീൽ മാത്രമല്ല കുറ്റക്കാരൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മുൻപ് പരിശീലനായിരുന്ന മനോർലോ അദ്ദേഹത്തിൻ്റെ അണ്ടറിലും 2 മത്സരങ്ങൾ നമ്മൾ പോയി. ബംഗ്ലാദേശിനടക്കം നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ബംഗ്ലാദേശിനെതിരെയും സിംഗപ്പൂരിനെതിരെയും ഹോങ്കോങ്ങിനെതിരെയും വിജയിക്കാൻ പറ്റിയില്ലേ, പിന്നെ നമ്മൾ ഏഷ്യൻ കപ്പിൽ പോയിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. 2024 നമുക്ക് ഒറ്റ മത്സരം വിജയിക്കാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ നമുക്ക് പറയാം, ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ലോകകപ്പ് കളിക്കുന്ന ടീമുകളോടാണ് നമുക്കൊരു മരണ ഗ്രൂപ്പായിരുന്നു കിട്ടിയതെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഖാലിദ് ജമീൽ നല്ല പരിശീലകൻ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രത്യേകിച്ച് ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ മാറി. അതായത് ഇപ്പം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ AFC ഏഷ്യൻ കപ്പ് 2019 കളിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കൗട്ട് ഡിസേർവ് ചെയ്തതാണ്. പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റ് പെനാൽറ്റിയിലാണ് ബഹ്റൈനെതിരെ നമ്മൾ പുറത്താകുന്നത്. പക്ഷെ അവിടെ നിന്ന് ഏഷ്യൻ ഫുട്ബോൾ മാറി. കാരണം ഇപ്പോൾ ഈ ഒറിജിൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം വളരെ കൂടിയവരാണ്. ഇപ്പം ഒറിജിനല്ല, നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ്. അതായത് ഇപ്പം ഹോങ്കോങ് പോലെയുള്ള രാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ഹോങ്കോങ്ങിനെതിരെ കളിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ സിംഗപ്പൂരിനെതിരെ ഹോങ്കോങ്ങിലെ ടീമിലെ പ്ലേയേഴ്സ് അവരുടെ ലീഗിൽ കളിക്കുന്ന ബ്രസീലിൽ നിന്നുള്ള, അർജൻറ്റീനയിൽ നിന്നുള്ള പ്ലേയേഴ്സിനെയൊക്കെ അവർക്ക് പൗരത്വം കൊടുത്ത് അവിടെ കളിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ അവരോടാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പം ഹോങ്കോങ്ങിനെതിരെ കളിക്കാൻ പോകുമെന്ന് പറയുമ്പം ബ്രസീലിയൻസിൻ്റെ ഒരു സംഘമാണ്. ഹോങ്കോങ് ടീം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് ഉണ്ട്. സിംഗപ്പൂരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർ ഒറിജിൻ പ്ലേയേഴ്സിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊക്കെ കളിക്കുന്ന അവരുടെ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ സ്ട്രൈക്കറൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു ലെവലിൽ വിദേശ ലീഗുകളിലൊക്കെ ഇപ്പോഴും. നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ISLലാണ് കളിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടാണ്. നമ്മൾ ഒരു പ്ലെയർ പോലും നിലവിൽ സീനിയർ ലെവലിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു നല്ല ലീഗിലോ ഒന്നും കളിക്കുന്നില്ല. നമ്മൾ ഒറിജിൻ പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏത് കോച്ച് വന്നാലും കാര്യങ്ങൾ ഇതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ നമ്മൾ Under-23 ടീമിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരും. അവരൊക്കെ ആയി വന്ന്. പക്ഷെ അപ്പം ഖാലിദ് ജമീലിന് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് ചേരുമോ? അങ്ങനെയൊക്കെ ഉണ്ട്.
ഡോണിക്സ് പിന്നെ കാഫ് നേഷൻസ് കപ്പിൽ ഖാലിദ് ജമീൽ നമുക്ക് ഒരുപടി നല്ല പ്രകടനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു, ഒമാനെ പരാജയപ്പെടുന്നു. ആ ജയങ്ങളൊക്കെ പിന്നെ വലിയ ജയങ്ങളാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. നമ്മളെക്കാൾ റാങ്കിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന ടീമുകളായിരുന്നു. പിന്നെ നമുക്കൊരു ഏഷ്യ കപ്പ് ക്വാളിഫയർ കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ടും ഖാലിദ് ജമീൽ എറയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അതിലുള്ള പ്രതീക്ഷകൾ. ഇന്ത്യ നമ്മൾ 94-ാം റാങ്കിങ് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പരാജയപ്പെട്ട് ഇപ്പോൾ 136 ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റിലാണ് ഖാലിദ് ജമീൽ നമ്മുടെ ഇന്ത്യൻ കോച്ചായിട്ട് എത്തുന്നത്. ഒരിക്കലും നമുക്ക് ഒറ്റയടിക്ക് ഇദ്ദേഹം വന്നുടഞ്ഞ് വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ആദ്യ മത്സരം കഴിഞ്ഞ ശേഷം, അതായത് കാഫ് നേഷൻസ് കപ്പിന്റെ ആദ്യ മത്സരം വിജയിച്ച ശേഷം, അതായത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തജിക്കിസ്ഥാൻ വിജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പൊസിഷൻസും ഷോട്ടുകളും എല്ലാം അവരാണ് ലീഡ് ചെയ്യുന്നത്, പക്ഷെ വിജയം കൊണ്ടുപോയത് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അതെ ഭംഗിയുള്ള ഒരു ഫുട്ബോൾ കാഴ്ചവെക്കുക എന്നൊന്നുമല്ല. ശരിക്കും ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിന് ആ ഒരു സ്ട്രാറ്റജി തന്നെ പിന്തുടരാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് സമയം ഇന്ത്യൻ ടീം, അതായത് പ്ലേയേഴ്സിനെ വെച്ച് നമുക്ക് കളിപ്പിക്കാനുള്ള ഒരു സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അത് നിലവിൽ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഒരുപാട് സമയം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി മറ്റുള്ള പരിശീലകരിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് പകരം ഉറപ്പായിട്ടും ഖാലിദ് ജമീലിന് ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടും ഇന്ത്യയിലെ പ്ലേയേഴ്സിനെ പറ്റിയിട്ടും വ്യക്തമായി അറിയുന്നൊരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 2030 ലോകകപ്പിൻ്റെ യോഗ്യതയാണ്. അത് നമുക്ക് റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ എന്ന് അറിയത്തില്ല. പിന്നീടുള്ള 2031 ഏഷ്യൻ കപ്പാണ്. അതായത് ഇനി ഒരു 5-6 വർഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഖാലിദ് ജമീലിനൊരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതായത് ഇപ്പോൾ 33 വയസ്സുള്ള താരങ്ങൾ, 34 വയസ്സുള്ള, ഈവൻ 41 വയസ്സുള്ള ചേത്രി വരെ നമ്മുടെ ടീമിൽ കളിക്കുന്നുണ്ട്. അവരെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഏഷ്യൻ കപ്പ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് എയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അണ്ടർ-23 ടീം, അപ്പം ആ ഒരു പ്ലേയേഴ്സിനെ ഇനി ഇൻ്റഗ്രേറ്റ് ഈ നെക്സ്റ്റ് ക്വാളിഫയേഴ്സിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല. അവിടെ മുതലേ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൊണ്ടുപോയി ആ ഒരു രീതിയിലായിരിക്കണം ഇനി ഇപ്പം ഫെഡറേഷൻ ആണെങ്കിലും കോച്ചാണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഏത് റിസൾട്ട്, ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ നമുക്ക് ജയിച്ചാലും തോറ്റാലും ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ആ ഒരു പോയിന്റാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇവരെ നമുക്ക് നാഷണൽ ടീം എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തെന്നുള്ളത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ ഡിഫൻസീവ് ഫുട്ബോളിനെ കുറിച്ച് ഭയങ്കര ചർച്ചകൾ ഈ സമയത്ത് നടന്നിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഡോണിക്സ് പറഞ്ഞ പോലെ തന്നെ പിന്നെ നിങ്ങൾ സ്റ്റാറ്റസുകൾ നോക്കരുത്, റിസൾട്ടുകൾ നോക്കൂ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവന്ന താരങ്ങൾ, അദ്ദേഹം ടീമിന്റെ സ്ട്രെങ്ത് എന്താണ് എന്നറിയുന്ന വെച്ചാൽ ഉദാഹരണത്തിന് ഉവൈസിനെയൊക്കെ അദ്ദേഹം ഉപയോഗപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യ മത്സരത്തിലൊക്കെ ലോങ് ത്രോകൾ അപ്പുറത്ത് രാഹുൽ ബേക്കയും ഇപ്പുറത്ത് ഉവൈസും കൃത്യമായി യൂസ് ചെയ്യുന്നു. അത് നമ്മൾ അതിൽ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടീമിന്റെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുന്നു, വീക്ക്നെസ്സിനെ മനസ്സിലാക്കുന്നു. ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. പിന്നെ നിലവിൽ ഇന്ത്യൻ ടീമിൽ നമ്മളങ്ങനെ ചോദ്യം വരുത്തി ആരും അതിനെ കുറ്റം പറയുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പെർഫെക്റ്റ് നമ്പർ 9 നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ടിട്ട് എത്ര കാലമായി? ISL തുടങ്ങിയിട്ട് ഒരു 10 പതിറ്റാണ്ട് കാലമായി. നമുക്ക് ഇപ്പോഴും ഒരു സ്ട്രൈക്കറെ അങ്ങനെ പെർഫെക്റ്റ് നമ്പർ 9 കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സുനിൽ ഛേത്രിയെ തിരിച്ചു പിടിക്കേണ്ട ഗതികളിലേക്ക് നമ്മൾ എത്തുക. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ കാരണം ISL ഒരിക്കലും ഒരു ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രൈക്കറിന് അവസരം കിട്ടുന്നില്ല. കാരണം എല്ലാ ടീമുകളും വിദേശ സ്ട്രൈക്കേഴ്സിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് ഒരു പ്ലേയിങ് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല. ഇപ്പോൾ സുഹൈലൊക്കെയാണ് അണ്ടർ-23 പ്ലേയേഴ്സ് മാത്രമാണ് നമുക്ക് ഉള്ളത്. അപ്പം അവരൊക്കെ ഇനി വരുമ്പോഴേക്കും ISL വരുമ്പോൾ അവർക്കിനി എന്തൊക്കെ അവസരങ്ങൾ കിട്ടും എന്നുള്ളതും ഒരു ആശങ്കപ്പെടുന്ന കാര്യമാണ്. സോ മറ്റെല്ലാ പൊസിഷനിലും ഇപ്പം ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ട്രൈക്കർ, അതായത് പ്രോപ്പറായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ നമുക്ക് നിലവിൽ ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീണ്ടും സുനിൽ ഛത്രിയെ നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വരുന്നത്. നമുക്ക് മുൻകാലത്ത് ഇപ്പോൾ IM വിജയൻ ഉണ്ടായിരുന്നു, ബൈച്ചിംഗ്ബൂട്ടി ഉണ്ടായിരുന്നു, സുനിൽ ഛേത്രി, JJ, അങ്ങനെ ഇപ്പോൾ റോബിൻ സിംഗ് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്ട്രൈക്കറെ ഉണ്ട്. ഇപ്പം സുഹൈൽ ഭട്ടാണ് ഒരു പ്രതീക്ഷയുള്ളത്. പക്ഷേ അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബിൽ ഇപ്പം മക്ലാറിനും കമ്മിങ്സും സ്ട്രൈക്കേഴ്സ് ആയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവിടെ എവിടെയാണ് അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്? കാരണം ഒന്നെങ്കിൽ മക്ലാറും കളിക്കും, അല്ലെങ്കിൽ അപ്പോൾ അത് പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യം കൂടിയാണ്. അവർക്ക് ചൂസ് ചെയ്യുക. അപ്പം ഗെയിം ടൈം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഫാക്ടറാണ്. അപ്പം ലീഗിൽ ഗോൾ സ്കോറേഴ്സ്, ടോപ്പ് സ്കോറേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ISL എത്തുമ്പം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അപ്പോൾ ISL ഒരിക്കലും ഒരു ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് വളരെ കുറവാണ്. ഒരു ക്ലബ്ബിലോ ഒക്കെ ആയിരിക്കും ഒരു സീസണിൽ ചിലപ്പോൾ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ കളിക്കുന്നുണ്ടാവും. പക്ഷേ ആ പ്ലെയർ ഗോൾ അടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം അങ്ങനെ കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് ഇന്ത്യൻ ടീമിൽ എടുക്കാറുള്ളത്. കാരണം ഓപ്ഷനില്ല, ഗെയിം ടൈം കിട്ടി എന്നുള്ള ഒരു കാരണം കൊണ്ട്
എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് സുനിൽ ഛേത്രിയെ നമ്മൾ ഇപ്പം സുനിൽ ഛേത്രി വന്നപ്പോൾ പല ആളുകളും ഇപ്പം ബൈച്ചുംകൂട്ടി അടക്കമുള്ള ആളുകളൊക്കെ തെറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തിനാണ് ഇനി ഒരു 40-കാരനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? പക്ഷേ നമുക്ക് ക്വാളിഫയർ മത്സരമാണ്, അദ്ദേഹത്തെ നമ്മൾ ലോങ് ടൈമിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അതൊരു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഖാലിദ് ജമീലിൻ്റെ ഒരു സ്ട്രൈക്കേഴ്സ് ചോയ്സസിൽ ചില എതിരഭിപ്രായങ്ങളുണ്ട്. അതായത് നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം വേണമെങ്കിൽ നമുക്ക് ഐ ലീഗിലെ സ്ട്രൈക്കേഴ്സിനെ ചൂസ് ചെയ്യാം. കാരണം നമുക്ക് ISL സ്ട്രൈക്കേഴ്സ് ഇല്ലാത്ത നിലയിൽ അത് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് താരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്കോഡിൽ മലയാളിയാണ് ബെഞ്ചമിൻ, അങ്ങനെ ഒരു പ്ലെയറെ എടുത്തിരുന്നു. അപ്പം നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കിപ്പം പൊസിഷൻ ഇങ്ങനെ ISL കളിക്കുന്ന പ്ലെയർ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് അതിപ്പോൾ എനിക്കൊന്ന് മാർസലോ ബിയൽസ എന്ന് തോന്നുന്നു ഉറുഗ്വേയുടെ പരിശീലകനായിട്ടിരുന്നപ്പോഴാണോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അവർക്ക് സുവാറസിനെയും കവാനിയൊക്കെ പോലത്തെ ലോകോത്തര സ്ട്രൈക്കേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് കൂടി അവർ ഈ അടുത്ത കാലത്താണ് കേട്ടോ, അപ്പം ഒരു അമച്ചർ ലീഗിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കറെ നാഷണൽ ടീമിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ അത് ഭയങ്കര ചർച്ചയായി. അതായത് ഫസ്റ്റ് ഡിവിഷനോ സെക്കൻഡ് ഡിവിഷനോ ഒന്നുമല്ല, അവർ അമച്ചർ ലീഗിൽ നന്നായിട്ട് ഗോൾ. കാരണം ആ രീതിയിലാണ് ഒരു കോച്ച് സ്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു ഇന്ത്യൻ കോച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അതാണ്. കാരണം ഇപ്പം സ്റ്റിമാച്ച് കോച്ചായിരുന്ന സമയത്ത് അദ്ദേഹം ക്രൊയേഷ്യയിലാണ്, അദ്ദേഹം ഇന്ത്യയുടെ മാച്ചസ് ഉള്ള സമയത്ത് മാത്രമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇങ്ങനൊരു ടാലൻറ്റ് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതിനൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇന്ത്യൻ കോച്ചസ് തന്നെയാണ്. നമ്മൾ ലോക ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ പരിശീലകരായിട്ടിരുന്നിട്ടുള്ളത് അതേ രാജ്യത്തിൻ്റെ ഒരു പരിശീലകനായിരിക്കും. അത് ഒരു ചരിത്രമാണ്. സ്കാലോനി വരെ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ബ്രസീലൊക്കെ ഗതികെട്ടിട്ടാണ് ആഞ്ചലോട്ടിയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പ് വരെയൊക്കെ അവർക്ക് ബ്രസീലിൽ നിന്ന് പുറത്തൊരാളെ കൊണ്ടുവരിക, സ്കൗട്ടിങ് അങ്ങനെ തന്നെ നടക്കും. പക്ഷെ അത് കുറെ നാളുകൾ ബ്രസീൽ അത് ട്രൈ ചെയ്തു, പല ബ്രസീലിയൻ കോച്ചസിനെയൊക്കെ ട്രൈ ചെയ്തു. അവസാനം എനിക്ക് തോന്നുന്നു ഈ ഒരു റോഡ്രിഗോ പിന്നെ വിനീഷ്യസ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെയൊക്കെ കാരണം അവരുടെ ഒരു സ്റ്റാർ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. അതല്ലാതെ നോക്കുകയാണെങ്കിൽ എപ്പോഴും, കാരണം ഇപ്പോൾ ഈ നാഷണൽ ഫുട്ബോൾ ഇന്റർനാഷണൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പം കോച്ചസ് ഇപ്പം ആ ഒരു ക്ലബ് ലെവലിൽ കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ അപ്പം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള പെപ് ഗാർഡിയോള അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിലുള്ള കോച്ചസൊക്കെ എപ്പോഴും ക്ലബ്ബുകളായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കാലോനി ഒരു ക്ലബ്ബുകളെ എനിക്ക് തോന്നുന്നില്ല ഒരു ഹൈ ലെവൽ വളരെ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം പിന്നെ അണ്ടർ-20 അർജന്റീന ടീമിൻ്റെ കോച്ചായിരുന്നു. ആ കാലത്താണ് ഇന്ത്യ അർജന്റീനയെ പരാജയപ്പെടുത്തുന്നത്, ആ സ്കാലോനിയുടെ ടീമിനെയാണ് പരാജയപ്പെടുത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ലോകകപ്പ് നേടുന്ന ഒരു കോച്ചായിട്ടൊക്കെ മാറി എന്നുള്ളതാണ്. അതാണ് അപ്പം അവർക്ക് ആ ഒരു കണ്ടീഷൻസ് അറിയാൻ പറ്റും, പ്ലേയേഴ്സിനെ എങ്ങനെ അതെല്ലാം ഒരു ഫാക്ടറാണ്. നമുക്ക് ടാക്റ്റിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആകുക എന്ന് അപ്പുറത്തേക്ക് ഇതിനകത്ത് പല മാനേജ് ചെയ്യുന്ന രീതി, പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഖാലിദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന് പറ്റുന്നത്, പാസിംഗ് ഫുട്ബോൾ കളിച്ച് നമുക്കൊരു മിഡ്ഫീൽഡിലൂടെ ഒരു മാജിക്കൊക്കെ കാണിച്ച് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം ത്രോയിനെ ആശ്രയിച്ചു. കാഫ നേഷൻസ് കപ്പിൽ നമ്മൾ നേടിയ 3 ഗോളുകളും ത്രോയിനാണ്. ഉവൈസ് ത്രോയിൻ സ്പെഷ്യലിസ്റ്റാണ്, രാഹുൽ ബേക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇങ്ങനത്തെ താരങ്ങളുണ്ടാകും. അപ്പം അതിനൊരു സെൻസ് ഉണ്ട്. അതാണ്. ഓക്കെ, ഞാനിതിൽ ഒരു ചോദ്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സാധാരണത്തിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഫെഡറേഷനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴും നമ്മളൊരു പ്രതിസന്ധിയുടെ മുഖത്താണുള്ളത്. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ടീം സെലക്ഷൻ നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ ജ്യോതിഷികളെയും ജ്യോത്സ്യന്മാരെയും ഒക്കെ പിന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ 140 കോടി മനുഷ്യരിൽ നിന്ന് ഒരു 11 പേരെ സെലക്ട് ചെയ്യുക, നമ്മൾ ഈ നക്ഷത്രവും ജാതകവും നോക്കിയിട്ട് ആളുകളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഈ ഫെഡറേഷനെതിരെ ഉയരുന്ന വിമർശനങ്ങളിലെ കഴമ്പ്, കല്യാൺ ചൗബെ, അദ്ദേഹം ഒരു വലിയ ചർച്ചാ വിഷയമാണല്ലോ ഇന്ത്യൻ ഫുട്ബോളിൽ. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഫെഡറേഷൻ നമ്മളുടെ നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാവരുടെയും ഇപ്പം പുള്ളി ഒരു എക്സ് ഫുട്ബോളറാണ്. സാധാരണ രീതിയിൽ പൊളിറ്റീഷ്യൻസ് വന്ന് ഇവിടെ കുട്ടിച്ചോറാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കല്യാൺ ജോബെ നമുക്ക് മനസ്സിലാക്കി തന്നു ഫുട്ബോളേഴ്സാണ് പൊളിറ്റീഷ്യൻസിനേക്കാൾ ബെറ്റർ എന്നുള്ളത്. കാരണം പ്രഫുൽ പട്ടേൽ ആയിരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഇപ്പോൾ ISL അദ്ദേഹത്തിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അണ്ടർ-17 ലോകകപ്പ് ഹോസ്റ്റ് ചെയ്തു. കല്യാൺ ജോബെ വന്നതിന് ശേഷം വാഗ്ദാനങ്ങളാണ്. കാരണം നമ്മൾ തുടക്കത്തിൽ ഇന്നതൊക്കെ സംഭവിക്കും, പുള്ളി ഒരു എക്സ് ഫുട്ബോളറാണ്, പുള്ളി പാഷനേറ്റ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കും ഇത് പുള്ളി പ്രോമിസസ് ആണ്. അത് പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, എന്നും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അതിപ്പം വോൺസ് ഫുട്ബോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സക്സസ് ഉണ്ടാക്കിയതാണ്.
ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഈ വുമൻസ് ഫുട്ബോളിൽ നമ്മൾ ഏഷ്യ കപ്പ് കളിക്കാൻ പോകണം ഓസ്ട്രേലിയയിൽ ജനുവരിയിലോ മാർച്ചിലോ എന്താ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം അതിനു മുൻപ് നമ്മൾ ഇത്ര ദിവസം ക്യാമ്പ് ഉണ്ടാകും, ഇത്ര മത്സരങ്ങൾ കളിക്കും, ഇങ്ങനെ കൃത്യമായിട്ട്. അതിനു മുമ്പ് നമ്മൾ IWL വുമൻസ് ലീഗ് ഇതിൽ നിന്നുള്ളിൽ തുടങ്ങും. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ലീഗ് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന് ഇത്രയും മാച്ചസ് കിട്ടും. ആ ഒരു എക്സ്പീരിയൻസോട് കൂടി നമുക്ക് ആ ഒരു മത്സരത്തെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ ക്യാമ്പ് ഇപ്പോൾ ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്, ഷില്ലോങ്ങിൽ പോയി. അതല്ലാണ്ട് ക്യാമ്പോ മത്സരങ്ങളോ ഒന്നും ലഭിച്ചില്ല. IWL സെപ്റ്റംബർ തുടങ്ങുന്നില്ല, അത് തുടങ്ങാൻ പോകുന്നത് ഡിസംബർ അവസാനം. എന്നിട്ട് ഇതിനി പകുതി മത്സരം നടത്തും, പിന്നെ ബ്രേക്ക് ചെയ്യും. ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലബ്ബുകളൊക്കെ വീണ്ടും ഈ പ്ലേയേഴ്സിന് അറിയാലോ, IWL ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വുമൻസ് ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ മെൻസ് ഫുട്ബോൾ തന്നെ നഷ്ടത്തിലാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇതാണ്, വാഗ്ദാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒഴിവായി പോവുക. കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാരണം അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. പക്ഷേ ഇലക്ഷൻ വന്നാലും ഇനി ആര് എന്ന് പറയുന്ന ചോദ്യം, പേരുകൾ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, സിസ്റ്റം മാറുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിൽ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു അഡ്മിനിസ്ട്രേഷൻ മാറുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇന്തോനേഷ്യൻ ഫുട്ബോൾ വളരെ മുന്നേറ്റം സമീപകാലത്ത് നടത്തി. ഇപ്പം ലോകകപ്പിൻ്റെ 4th റൗണ്ട് കളിച്ചു. അവരുടെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് ബാൻ ലഭിച്ചു, അവർക്ക് ഏഷ്യ കപ്പ് കളിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് യോഗ്യതയുടെ അടക്കം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. നിലവിൽ അവർ ഏഷ്യ കപ്പിന് യോഗ്യത നേടി. അവരുടെ യൂത്ത് ടീമുകൾ പെർഫോം ചെയ്ത്, എനിക്ക് തോന്നുന്നു ഏതോ കാറ്റഗറികളിൽ അവർ ചാമ്പ്യൻസ് ഒക്കെ ആയിട്ടുണ്ട് ഈ ഏഷ്യയിൽ. അതുപോലെ അവരുടെ ഫെഡറേഷൻ്റെ തലപ്പത്തേക്ക് ഒരാൾ വന്നു, പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അദ്ദേഹം ഫുട്ബോൾ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് ഈ ഫുട്ബോളേഴ്സ് ആ ഒരു രീതിയിൽ സക്സസ് ആകുമെന്ന് പറയുന്നത് അത് ഒരു മിഥ്യാധാരണ. കാരണം എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷനാണ് അവിടുത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്തോനേഷ്യൻ ഫുട്ബോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്ത ആൾ മുൻകാലത്ത് ഇന്റർ മിലാൻ്റെയോ മറ്റോ ഓണറായിട്ട് ആ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം DC യുണൈറ്റഡിൻ്റെയോ മറ്റോ MLS ഏതൊരു ക്ലബിൻ്റെ ഇതേപോലെ ഓണർഷിപ്പ് ഉണ്ട്. നിലവിൽ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഒരു ക്ലബിൻ്റെ ഓണറാണ്. അപ്പം ഫുട്ബോളിൽ അത്രയും ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനോടൊപ്പം തന്നെ അവർ ഒറിജിനൽ പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം വളരെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പല സ്ഥലങ്ങളിലുള്ളവരുണ്ട്, നെതർലാൻഡ്സിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ. കാരണം ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് പോയ ആളുകൾ പല സൈഡിലുള്ള ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനത്തെ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ കല്യാൺ ചൗബേ പറഞ്ഞു. അത് കല്യാൺ ചൗബേയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു നിയമമാണ് ഈ OCA പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ സ്പോർട്സ് ബില്ല് അങ്ങനെ അതിൽ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷ. അപ്പോൾ ഫെഡറേഷൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ആരാണ് അടുത്തത് വരുന്നത്, ഇപ്പോൾ ഉള്ളത് ആരാണെന്നുള്ള കാര്യമല്ല, സിസ്റ്റം ചേഞ്ച് ആകുക എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണത്തിൽ പിന്നെ ഈ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള ആശങ്കകൾ പറയുന്ന സമയത്ത് പിന്നെ എന്തുകൊണ്ടാണ് ഈ OCA പ്ലേയേഴ്സിനെ നമുക്ക് കളിപ്പിക്കാൻ കഴിയാത്തത് എന്ന ചർച്ച എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ചർച്ച പിന്നെ കൊടുമ്പിരിയുള്ള കാരണം ബംഗ്ലാദേശ് ഹംസ ചൗധരിയെ കൊണ്ടുവരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ഡിവിഷനൊക്കെ ഇംഗ്ലീഷ് യൂത്ത് ടീമിനൊക്കെ വേണ്ടി കളിച്ചൊരു മനുഷ്യനൊക്കെയാണ്. അപ്പോൾ അവിടെ ഇപ്പോഴും അദ്ദേഹം ഷെഫീൽഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇംഗ്ലീഷ് മണ്ണിൽ സുപരിചിതനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ഏഷ്യൻ കപ്പിലേക്ക് ഒരു കളി വരുന്ന സമയത്ത്, ഇങ്ങോട്ട് യോഗ്യതാ മത്സരങ്ങൾ വരുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ വരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ വംശജരായ എത്രയോ കളിക്കാർ യൂറോപ്പിലെ വിവിധ ലീഗുകളിൽ കളിക്കുന്നുണ്ട്. ബയൺ മ്യൂണിക്കിനൊക്കെ വേണ്ടി കളിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരു മനുഷ്യൻ ഇപ്പോൾ കുട്ടീനോടൊക്കെ പകരക്കാരനായിട്ട് അലൈൻസരിലുള്ള ഒരു ഇന്ത്യക്കാരൻ കളിക്കാറുണ്ടെന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴാണ് നമ്മുടെ രാജ്യനിയമങ്ങൾ ഇങ്ങനെ മാറ്റപ്പെടാൻ കഴിയാത്തതൊന്നും അല്ലല്ലോ. പിന്നെ ലോകത്തെ പല രാജ്യങ്ങളിൽ ഫുട്ബോൾ റവല്യൂഷൻ സൃഷ്ടിക്കുന്നത് അങ്ങനെ തന്നെ. ഇപ്പോൾ മൊറോക്കോയുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊറോക്കോൻ ടീമിലെ 14 പേർ മൊറോക്കോയിൽ ജനിച്ചവരേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ പല രാജ്യങ്ങളും സൃഷ്ടിച്ച് ഈ റവല്യൂഷൻ നമുക്ക് എന്തുകൊണ്ടാണ് സാധ്യമാക്കാൻ കഴിയാത്തത്? ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തെ നിയമം തന്നെയാണ്. കാരണം 2008 വരെ ഇത് പോസിബിൾ ആയിരുന്നു. അത് വളരെ കുറച്ച് ഉപയോഗിച്ചു. നമ്മുടെ ക്രിക്കറ്റിലടക്കം നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം റോബിൻ സിംഗ് വെസ്റ്റ് ഇൻഡീസിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടുന്ന് പിന്നീട് ഇന്ത്യയിൽ വന്ന് പിന്നീട് പൗരത്വം ലഭിച്ചെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് 2008 ശേഷമാണ് ഒരു ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് ഇത് നിർത്തുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷേ അതിൽ നഷ്ടം സത്യത്തിൽ ഇന്ത്യക്ക് മാത്രമാണുള്ളത്. കാരണം ഇപ്പം മൊറോക്കോയുടെ കാര്യം പറഞ്ഞു ഹാരിസ്, അഷ്റഫ് ഹക്കീമി അവരുടെ ഏറ്റവും വലിയ സൂപ്പർ താരമാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, ഏത് അക്കാഡമിയുടെ പ്രൊഡക്റ്റ്? അതെ, സ്പെയിനിൽ അങ്ങനെയുള്ളതാണ്. ഹക്കീം CH ആണെങ്കിലും അമറാബത്ത അങ്ങനെയുള്ള താരങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഇപ്പോൾ OCA നിയമം കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ അത് നമ്മുടെ ഒളിമ്പിക്സ് ഹോസ്റ്റിംഗ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ OCA
തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഇതിപ്പം പാർലമെൻറ്റ് പാസ്സായി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ പോലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ടാകും, നമ്മുടെ രാജ്യത്തെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ മൊറോക്കോ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ലോകകപ്പിൽ കളിക്കുക പോലും ഉണ്ടാവില്ല. അണ്ടർ 20 ലോകകപ്പ് അടിച്ചു, അണ്ടർ 17 ലോകകപ്പ് വരാൻ പോകുന്നു. അതുപോലെ അവരുടെ ആഫ്കോൺ റീജിയനിൽ അവർ വിജയിച്ചു. അണ്ടർ 20 ആഫ്കോൺ ചാമ്പ്യൻസ് ആയി, ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി, കഴിഞ്ഞ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം. ഇതൊക്കെ അവരുടെ ഒരു സക്സസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. പക്ഷേ മൊറോക്കോ ജസ്റ്റ് റിവേഴ്സ് മൈഗ്രേഷൻ മാത്രമല്ല അവർ ഉപയോഗപ്പെടുത്തിയത്. 2008 മുതൽ ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 500 കോടിയോ മറ്റോ ആണ് അതിൽ ഇൻവെസ്റ്റ്മെന്റ്, 65 മില്യൺ അത്ര ഗവൺമെന്റ് രാജാവ് നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, മണി ആ ഒരു എമൗണ്ട് അവർ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ 15 വർഷം അവർക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളും അതാണ് ചെയ്യേണ്ടത്. നമ്മൾ OCA കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തരുത്. കാരണം OCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കാം, അവർ പ്ലേയേഴ്സ് വരും. പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർ, എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം നമ്മൾ OCA നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട്, നമ്മുടെ ക്രിക്കറ്റ് കൾച്ചറൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിലേക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുകയും, ഇപ്പം ബംഗ്ലാദേശും ആ ഒരു കാര്യമാണ്. ഇപ്പം ഹംസ ചൗധരി വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾക്കൊക്കെ ഫുൾ ഹൗസാണ്. അതേപോലെ സ്പോൺസേഴ്സും ഇങ്ങനെയൊക്കെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമമാണ് ആദ്യം മാറേണ്ടത്. മാറിക്കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ കളിക്കുന്ന താരങ്ങൾ, അവർക്ക് OCA പ്രശ്നങ്ങളില്ല. ഇപ്പോൾ തഹസിൻ എന്ന് പറഞ്ഞിട്ട് ഖത്തറിൻ്റെ ലോകകപ്പ് യോഗ്യത കളിച്ച പ്ലെയർ, അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന് വേണ്ടി ട്രൈ ചെയ്തോന്ന് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അറിയത്തില്ല. ഇത് വളരെ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. ഇന്ത്യക്കെതിരെ ഒരു മത്സരം കളിച്ചു എന്നുള്ളതാണ് എൻ്റെ ക്രിക്കറ്റ് ടീമുകളിൽ പോലും ഇപ്പോൾ UAE വേണ്ടി കളിച്ച മലയാളികൾ എത്രയോ ഉണ്ട്, അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. നമുക്ക് OCA എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ രീതിയിലൊക്കെ ഇവർക്ക് അറിവുണ്ടോ എന്നുള്ളത് അറിയില്ല ഈ ഫെഡറേഷനുള്ളത്. കാരണം നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം അൽ നാസറിൽ കളിക്കുന്ന ഒരു മലയാളി ഗോൾ കീപ്പറുണ്ട്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ അവരുടെ മെയിൻ ടീമിനോടൊപ്പം, അതായത് അണ്ടർ 13 അണ്ടർ 14 കാറ്റഗറിയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേയേഴ്സൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് OCA കാർഡല്ല. അവർ ഇപ്പം ഖത്തർ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മിഷൻ പാസ്പോർട്ട് എന്ന് പറയുന്നിട്ടുള്ളൊരു ഇതുണ്ട്. അത് അവരുടെ സ്പോർട്സ് പേർപ്പസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ മാനേജേഴ്സ്, ഞാൻ കേട്ടിട്ടുള്ളവരാണ്, ഖത്തറിൻ്റെ ഹോക്കി ടീമിലോ മറ്റോ കളിക്കുന്നൊരു മലയാളി, അങ്ങനെ കേട്ടാണ്. അപ്പോൾ അവർക്ക് ഈ സ്പോർട്സ് പർപ്പസിന് വരുമ്പോൾ മിഷൻ പാസ്പോർട്ട് കൊടുക്കും, അല്ലാത്തപ്പോൾ അവരുടെ മാനേജർ ഇത് കയ്യിൽ വെക്കും. അവർ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ലോകോത്തര താരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്കുണ്ട്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഞാനൊരു കാര്യം കൂടെ പറയാം. മൊറോക്കോയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ISL തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 5000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും ഇരിക്കും. നന്ദി.